നമസ്കാരം. ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ദലാൽ ടി.ജി. നന്ദകുമാർ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത്. ഇ.പി. ജയരാജനെയും തന്നെയും ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കർ കണ്ടിരുന്നു എന്നാണ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇടതുമുന്നണി സഹായിച്ചാൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ഇ.പിയോട് പറഞ്ഞു. പകരം എസ്.എൻ.സി ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാം എന്ന് ഉറപ്പുകൊടുത്തു. പക്ഷേ CPI സീറ്റായതിനാൽ ഇ.പി. സമ്മതിച്ചില്ല. ആദ്യ ചർച്ച പരാജയപ്പെട്ടു പോയെന്നും ടി.ജി. നന്ദകുമാർ വെളിപ്പെടുത്തി. പിണറായിയുടെ രക്ഷകൻ ആകാനായിരുന്നു ഇ.പിയുടെ ചർച്ച. ഒരേ ഒരു സീറ്റിൽ വിട്ടുവീഴ്ച വേണമെന്നായിരുന്നു ജാവദേക്കർ ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച. ഇ.പിക്ക് കൂടിക്കാഴ്ചയെക്കുറിച്ച് മുൻധാരണ ഇല്ലായിരുന്നു. ജാവദേക്കർ വരുന്ന കാര്യം താൻ ഇ.പിയോട് പറഞ്ഞിരുന്നില്ല. ബി.ജെ.പിയിൽ ചേരാൻ ഇ.പി ചർച്ച ചെയ്തിട്ടില്ല. പിണറായിയുടെ രക്ഷകനായിട്ടാണ് ചർച്ച നടത്തിയത്. തൃശൂർ സീറ്റിന് വേണ്ടിയായിരുന്നു ജാവദേക്കർ ചർച്ച നടത്തിയത്. അത് CPI സീറ്റ് ആയതിനാൽ ചർച്ച വഴിമുട്ടിപ്പോയി. ചർച്ച വിജയിച്ചെങ്കിൽ എസ്.എൻ.സി ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കുമായിരുന്നു. സാക്ഷികൾ മരിച്ചെന്നും കേസ് കാലഹരണപ്പെട്ടെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുമായിരുന്നു എന്നും ടി.ജി. നന്ദകുമാർ പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ദല്ലാൽ നന്ദകുമാർ മറുപടി നൽകി. ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടാണ് അഡ്വാൻസ് തുകയായി 10 ലക്ഷം രൂപ നൽകിയത്. ആ പണമാണ് തിരികെ കിട്ടാത്തത്. ശോഭയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ പ്രശ്നമുണ്ടായിരുന്നു. അവർ അന്യായമായി കൈവശം വെച്ച ഭൂമിയാണ് തന്നോട് വിൽക്കാൻ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷണ ഭർത്താവ് മോഹൻദാസിൻ്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈവശപ്പെടുത്തിയ ഭൂമിയാണ് ഇത്. അത് വ്യക്തമായതോടെ ഇക്കാര്യം ശോഭയോട് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരങ്ങളിലും ഈ ഭൂമിയുടെ വിവരങ്ങൾ ഇല്ല. ഇക്കാര്യത്തിൽ വ്യക്തത തേടി 2 കത്ത് നൽകിയെങ്കിലും അതിന് മറുപടി നൽകിയില്ല. ശോഭാ സുരേന്ദ്രൻ അന്യായമായി കൈയടക്കിയ ഭൂമിയായിരുന്നു തന്നോട് വിൽപ്പന നടത്തി തരാൻ പറഞ്ഞത്. അതിനാലാണ് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നത്. സംരക്ഷണ ഭർത്താവിൻ്റെ ഭാര്യ പ്രസന്നയുടെ പേരിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. അത് അവർ അറിയാതെ ശോഭാ സുരേന്ദ്രൻ വിൽപ്പനയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പ് സംഘത്തിൽ പെട്ടിരിക്കുകയാണ്. ഇവർക്കൊപ്പമുള്ള മോഹൻദാസാണ് ഇതിന് പിന്നിലുള്ളത്. BJP സ്ഥാനാർത്ഥിത്വം എന്നത് പണം തട്ടിപ്പിനുള്ള ജോലി പോലെയാണെന്നും നന്ദകുമാർ പരിഹസിച്ചു. ഭൂമിക്ക് അഡ്വാൻസായി നൽകിയ 10 ലക്ഷം രൂപ തിരികെ നൽകാൻ പലതവണ പറയുകയും കത്തയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ പ്രതികരിക്കാതെ വന്നതോടെയാണ് എല്ലാം ഇപ്പോൾ തുറന്ന് പറഞ്ഞത് എന്നും നന്ദകുമാർ വ്യക്തമാക്കി. പണം തിരികെ ചോദിച്ചപ്പോൾ ആദ്യം തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് നൽകാമെന്ന് ശോഭ പറഞ്ഞു. എന്നാൽ അതും കിട്ടിയില്ലെന്ന് നന്ദകുമാർ പറയുന്നു. പണം നൽകിയില്ല എന്ന നന്ദകുമാറിൻ്റെ ആരോപണത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത് തൻ്റെ ഭൂമിക്കുള്ള അഡ്വാൻസ് ആണെന്നും 4 തവണ വിളിച്ചിട്ടും രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ നന്ദകുമാർ തയ്യാറായില്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ക്യാൻസർ ബാധിതയായ തൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഭൂമി വിൽക്കാൻ തീരുമാനിച്ചത് എന്നും ശോഭ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്യാൻസർ രോഗിക്ക് വേണ്ടിയല്ല ഭൂമി വിൽക്കാൻ ശ്രമിച്ചത് എന്ന് നന്ദകുമാർ പറഞ്ഞു. പാർട്ടിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ തനിക്കൊരു തസ്തിക വേണം. അതിന് 1 കോടി രൂപ വേണം. പോണ്ടിച്ചേരി മുഖ്യമന്ത്രിക്ക് 1 കോടി രൂപ കൊടുത്താൽ തനിക്ക് പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി ലഭിക്കും. തൻ്റെ കയ്യിൽ 80 ലക്ഷം രൂപയുണ്ട്. ഭൂമിക്ക് 20 ലക്ഷം അഡ്വാൻസായി തരണം എന്നാണ് ശോഭ പറഞ്ഞത് എന്നും നന്ദകുമാർ പറയുന്നു. എന്നാൽ ഞാൻ 10 ലക്ഷം തരാം എന്ന് പറഞ്ഞ് അത് കൊടുത്തു. അല്ലാതെ ഒരു ക്യാൻസർ രോഗിയും അന്നില്ലായിരുന്നു എന്നും നന്ദകുമാർ വ്യക്തമാക്കി. അതേസമയം നന്ദകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വ്യക്തമാക്കിയിരുന്നു. തെളിവ് കൊണ്ടുവരുമെന്ന് നാളുകളായി നന്ദകുമാർ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം ശേഷിക്കെയാണ് വിവാദവുമായി വരുന്നത്. വിഷുവിന് തെളിവ് പുറത്തുവിടും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അതൊന്നും കണ്ടില്ല. 2016 തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ നന്ദകുമാർ ശ്രമിച്ചിട്ടുണ്ട് എന്നും അനിൽ ആന്റണി ഇന്നലെ പറഞ്ഞിരുന്നു. ആൻഡ്രോസ് ആന്റണി എന്ന വ്യക്തിയെ നന്നായി അറിയാം. വല്ലവരുടെയും ചിത്രം പുറത്തുവിട്ടതിന് ഞാനെന്ത് ചെയ്യണം? മാധ്യമങ്ങൾ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. ആന്റണിയും അദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാരും സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചതിൻ്റെ രേഖകൾ പക്കലുണ്ട്. നന്ദകുമാറുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ല. അയാളെ എനിക്ക് അറിയുക പോലുമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത് എന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തിയിരുന്നു.